കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു ദിവസം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വന്ന ഒരു അന്യമതത്തിലെ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമായിരുന്നു. പള്ളിമേടയിലിരുന്ന് ഞാൻ നോക്കുമ്പോൾ ആ ദേവാലയത്തിൻ്റെ വല്ലപ്പാടി എന്ന് പറയുന്നൊരു ഇടവക ദേവാലയം കൊടകരയ്ക്കടുത്ത്, അപ്പോൾ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഈ അക്രൈസ്തവയായ സ്ത്രീ ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ സൈഡിലുള്ള ജനലയുടെ മുൻപിൽ വന്ന് തൻ്റെ പാദരക്ഷകളിൽ നിന്നും പാദങ്ങൾ പുറകോട്ട് വലിച്ച് അമ്മേ എന്ന് ഒരു വിളിയാണ്. ആ വിളിയാണ് കസേരയിലിരുന്ന് കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഉടനെ എഴുന്നേറ്റു കരങ്ങൾ കൂപ്പി എൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി. ഒരു സാധാരണ ഒരു സ്ത്രീ രാവിലെ ജോലിക്കോ എന്തോ ആവശ്യത്തിനോ എന്താണെന്ന് അറിയത്തില്ല പോകുന്നതിന് മുമ്പ് ഇടവക ദേവാലയത്തിൽ അതിൻ്റെ തുറന്നിട്ട ആ ജനലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഉള്ളിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം നോക്കി അമ്മേ എന്നൊരൊറ്റ വിളിയിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരുന്ന ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുവാനും ആ സഹോദരിക്ക് ഒരു അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പലരുടെയും പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെങ്കിൽ അത് കൂടുതൽ ഉച്ചത്തിലായിരിക്കണം. ഒരുപാട് സ്വരത്തിൽ പ്രാർത്ഥിക്കണമെന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നാം സ്വരത്തിൽ പ്രാർത്ഥിക്കണം. ബർത്തിമേയുസ് എന്ന അന്ധയാചകൻ വഴിയിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ കൂടെ നടന്നു പോയപ്പോൾ അവൻ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ അവൻ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. കൂടെയുള്ളവർ അവനെ ശകാരിച്ചുവെങ്കിലും കൂടുതൽ ഉച്ചത്തിൽ അവൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൻ്റെ സ്വരം കേട്ട് കർത്താവ് അവിടെ നിന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. ഇന്ന് പലരുടെയും സ്വരം കേട്ട് കർത്താവ് നിൽക്കാതെ പോകാൻ കാരണം നമ്മൾ മറ്റുള്ളവരുടെ പോലെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ സ്വരം ദൈവത്തിന് കേൾക്കണമെങ്കിൽ അത് കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. അവൻ ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ ഉറക്കെ പ്രാർത്ഥിച്ചത്. ഏറ്റവും അവസാനം പറയുന്നുണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ വിശ്വാസം അനുസരിച്ചാണ് കാഴ്ച ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ ഉയരണം. ഒരു പക്ഷിക്ക് 2 ചിറകുകളുണ്ട്. എന്തിനാണത്? അത് പറക്കുവാനാണ് ഉയരങ്ങളിലേക്ക്. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തോടെ ആണെങ്കിൽ ദൈവസന്നിധിയിൽ അത് എത്തിയിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കുറച്ചും കൂടി ഉച്ചത്തിൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടെ ഉള്ളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കേൾക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവായ ഈശോയെ, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നീ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ, നീ നിൽക്കുവാൻ മാത്രം ഞങ്ങളുടെ വിശ്വാസത്തിൽ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവമേ കണ്ണു തുറന്ന് കാണാൻ, കാതു തുറന്ന് കേൾക്കാൻ, കരനീട്ടി സൗഖ്യപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനാം പിതാവേ, നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം ഈ ഭൂമിയിൽ വന്നിടണേ. നിന്നിഷ്ടം സ്വർലോകത്തെന്ന പോലെ നിറവേറണം ഈ ഭൂവിലെന്നും. സ്വർഗസ്ഥനാം പിതാവേ, നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം ഈ ഭൂവിൽ വന്നിടണേ. നിന്നിഷ്ടം സ്വർലോകത്തെന്ന പോലെ നിറവേറണം ഈ ഭൂവിലെന്നും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.